ഹായ്, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഏപ്രിൽ 1 സാമ്പത്തിക വർഷം തുടക്കം കണക്കാക്കുന്നത്. മാർച്ച് ഒരു സാമ്പത്തിക വർഷം അവസാനവും ഏപ്രിൽ ഒരു വർഷത്തിന് തുടക്കം കണക്കാക്കുന്നത്, മറ്റു മാസങ്ങൾ എന്തത് കണക്കാക്കാത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അതായത് പണ്ട് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നല്ലോ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മാർച്ച് ടു മാർച്ചായിരുന്നു. അതായത് തുടക്കം ഏപ്രിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, പിന്തുടർന്നു പോന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ പിന്തുടർന്നു. പിന്നെ അതല്ല, നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. അപ്പോൾ കൂടുതലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പല വിളവെടുപ്പുകളും ഈ മാർച്ചോടെയാണ് കഴിയണത്. അപ്പോൾ ഈ മാർച്ചോടെ എല്ലാ കണക്കുകളും കാര്യങ്ങളും കൂട്ടിങ്ങാണ്ട് ഏപ്രിൽ 1 മുതൽ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുക എന്ന രീതിയാണ് പിന്തുടരുന്നത്. അത് താൽക്കാലികമാണെങ്കിലും ഇപ്പോൾ ഒരു നിയമമായിട്ട് അത് ആ രീതിക്ക് നമ്മൾ പിന്തുടർന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏപ്രിൽ 1 ഒരു പുതിയ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, താങ്ക് യു.